അതുകൊണ്ട് തന്നെ ഏത് വിധേനയും വിജയിക്കുക എന്നുള്ളതാണ് മത്സരിക്കുന്നവരുടെ ലക്ഷ്യം. അപ്പോൾ വിജയത്തിനായി നമുക്കൊരു കൃത്യമായ റൂട്ട് മാപ്പ് വേണം. ഒരു കൃത്യമായ ഫലപ്രദമായൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം നമുക്ക് വേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള തന്ത്രം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നാം ഇനി പറയാൻ പോകുന്നത്. പ്രധാനമായും 7 കാര്യങ്ങളാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ, അതിൻ്റെ പ്രചരണത്തിനിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിൽ വിജയിക്കാൻ ആവശ്യമായി നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലത്തെ അല്ലെങ്കിൽ നമ്മുടെ വാർഡിനെ അറിയുക എന്നുള്ളതാണ് പ്രധാനമായും. രണ്ടാമത്തത് ശക്തമായൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പ്രചരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സ്ട്രോങ് ക്യാമ്പയിൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് വോട്ടർമാരുമായി അല്ലെങ്കിൽ നമ്മുടെ വാർഡിലെ ജനങ്ങളുമായി നല്ല സമ്പർക്കം പുലർത്തുക എന്നുള്ളതാണ്. മണ്ഡലത്തിലൊന്ന് വ്യാപിക്കുക. മണ്ഡലത്തിൽ എവിടെയും നമ്മുടെ വാർഡിൽ എവിടെയോ സ്ഥാനാർത്ഥി നന്നായി ഒന്ന് വ്യാപിക്കുക, എവിടെയും എത്തുക എന്നുള്ളതാണ്. അതുപോലെ നാലാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഖ്യമുണ്ടാക്കുക, അലയൻസ്. നമ്മൾ പാർട്ടിക്ക് അപ്പുറത്ത് മുന്നണിയായിട്ടാണ് കേരളത്തിൽ എല്ലാവരും മത്സരിക്കുക, എന്നാൽ മുന്നണിക്ക് പുറത്തുള്ള സ്ഥാനാർത്ഥികളും ഉണ്ടാവും. പ്രധാനമായും ഒരു സഖ്യമുണ്ടാക്കുക. കാരണം ചിലപ്പോൾ ഒരു പാർട്ടിക്ക് മതിയായ പ്രാതിനിധ്യം അല്ലെങ്കിൽ മതിയായ വോട്ടർമാർ വാർഡിൽ മണ്ഡലത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഖ്യങ്ങൾ രൂപപ്പെടുത്തി മത്സരിക്കുമ്പോഴാണ് നമുക്ക് വിജയസാധ്യത കൂടുന്നത്. അതുപോലെ സഖ്യമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. ഒരു നെറ്റ്വർക്കിംഗ് നമുക്കറിയാലോ. അതേപോലെ അഞ്ചാമത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഗെറ്റ് ഔട്ട് ദ വോട്ട് സ്ട്രാറ്റജി എന്ന് പറയും. ഒരു ഗെറ്റ് ഔട്ട് ദ വോട്ട് എന്ന് പറയുന്നത് വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമാണ്. വിശദമായി പിന്നീട് പറയാം. ഇനി ആറാമത്തെ ഒരു കാര്യം മെസ്സേജ്, അതുപോലെ മീഡിയ സ്ട്രാറ്റജി എന്നുള്ളതാണ്. മെസ്സേജ് എന്ന് പറയുന്ന ആൾക്ക് ജനങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുക നന്നായിട്ട്. അതുപോലെ നല്ല ഒരു മീഡിയ സ്ട്രാറ്റജി, ഒരു മാധ്യമ തന്ത്രം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ അത്യാവശ്യം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകളുടെ ഒരു കാലഘട്ടത്തിൽ, അതുപോലെ മറ്റു വാർത്താമാധ്യമങ്ങളുടെയൊക്കെ ഒരു പ്രസരമുള്ളൊരു കാലഘട്ടമാണ്. ഈ ഒരു കാലത്ത് വളരെ ആവശ്യമായ ഒന്നാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക്, നേതാക്കന്മാർക്ക്, മറ്റു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് നല്ലൊരു മീഡിയ തന്ത്രം ഉണ്ടാവുക. മാധ്യമങ്ങളോട് സംവദിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ ഏഴാമത്തെ ഒരു കാര്യം മോണിറ്ററിംഗ് ആണ്. ഏതൊരു കാര്യത്തെയും നമുക്കറിയാം, അത് മോണിറ്റർ ചെയ്യണം, അതിനെ നിരീക്ഷിക്കണം, അതിനെ വിലയിരുത്തണം. ഇങ്ങനെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തതോടുകൂടി മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ അപ്ഡേഷൻ ചെയ്യാനും മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുകയുള്ളൂ.